there goes my heart beating, 'cause you are the reason I'm losing my sleep. Please come back now. And there goes my mind racing, and you are the reason that I'm still breathing. I'm hopeless now. I'd climb every mountain and swim every ocean just to be with you and fix what I've broken. Oh, 'cause I need you to see that you are the reason. There goes my hand shaking, and you are the reason. My heart keeps bleeding, and I need you now. And if I could turn back the clock, I'd make sure the light defeated the dark. I'd spend every hour of every day keeping you safe, and I'd climb every mountain and swim every ocean just to be with you and fix what I've broken. Oh, 'cause I need you to see that you are the reason. I don't wanna fight no more. I don't wanna hurt no more. I don't wanna cry no more. Come back, I need you. You are the reason. Closer, just a little closer. Come a little closer. I need you to hold me tonight. I'd climb every mountain and swim every ocean just to be with you and fix what I've broken. 'Cause I need you to see that you are the reason. When the world feels heavy on my chest, and I can't tell the worst from the best, you're the light that breaks the dark away, the reason I can face another day. Every tear I thought would never end fades away the moment you walk in. I don't need the stars, I don't need the crown. All I need is you to stand around. Through every storm, through skies so blue, my heart whispers, I choose you. When I stumble and I lose
lose my ground. You're the strength that always pulls me out. പരമകാരുണ്യവാനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസനായ ശ്രദ്ധിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേയും സ്തോത്രം പല ഭവനങ്ങളായ അടിയങ്ങൾ ഒന്നിച്ചിവിടെ കൂടിയിരിക്കുന്ന ഉദ്ദേശം മുഴുവനെ അനുഗ്രഹിക്കാൻ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഇന്ന് ഞങ്ങൾക്ക് പലർക്കും ഒന്നിച്ചിവിടെ കൂടി പങ്കെടുക്കുവാൻ ദൈവമേ വീട്ടിൽ ഒരേ അവസരത്തിനായ ശ്രദ്ധിക്കുന്ന സ്തോത്രം ജീവിതത്തിൽ ഇത്രത്തോളം അവർ നടത്തിയത് കർത്താവ്. വരാവുന്ന ആവക്കണക്കിനെല്ലാം വിടിയിച്ചല്ല കർത്താവ്. ആ വലിയ കൃത്യക്കാർ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അവിടുത്തെ വലിയ സഹായത്തെ നമ്മുടെ ഉണ്ടായിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ മകൾക്ക് വേണ്ടി ഒരിക്കൽ മകന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്ന കർത്താവ്. ദൈവങ്ങളുടെ മണിയാകുമ്പോൾ കർത്താവ് മലയാട്ട് വലിയ ശുശ്രൂഷാണ്. ആ ശുശ്രൂഷകളിലെ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ദൈവമേ അവർക്ക് ഇടയാക്കണം. ദിവസം കൊടുക്കുന്ന അച്ഛന്മാരെയൊക്കെ അഭിപ്രായങ്ങളും കവറുകളെ പ്രാർത്ഥിക്കുന്നു. അവർ വായിക്കുന്ന കർത്താവിനെ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നോട് കടമണിക്കുള്ള ഓരോ വ്യക്തികളെയും കർത്താവിനെ കടന്നു ജീവിതത്തിനോട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന കർത്താവ് ആവശ്യമായ അറിഞ്ഞ് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങൾ വിവാഹത്തിനായിട്ട് ഒരുങ്ങി ദേവാലയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുന്ന കർത്താവ്. വാഹനത്തിലൊക്കെ അവർക്ക് സഹായിക്കാൻ കൂടെ ഇരിക്കണേ കർത്താവ്. എല്ലാ വിഷയങ്ങളും യേശുപ്പെടുന്ന യാവായ ദൈവത്തിൻ്റെ സ്നേഹവാസനയും കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും വേണ്ടി ഞങ്ങൾക്കെല്ലാം വേണ്ടി ഓർത്ത് പ്രാർത്ഥിപ്പാനുണ്ട്. അവരുടെ മേലും പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നില്ല മക്കളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന Let's have a meal. Let me reveal who I am. I'm your Savior. I will kneel down and wash all the sin from your soul. I'm your servant. I am all you need. I'm the lamb that was slain, and my blood washes you clean. I'm the pure sacrifice. Let my life give you life. I'm the I'm the lamb
ആനന്ദത്തിന്റെ പട്ടികളും നിന്നോടുകൂടെ മാത്രം ഉണ്ടാവാൻ പോകണം. അക്ഷയമാസദോഷത്തിൽ ഞങ്ങളെ പിതാക്കണമേ. ഞങ്ങൾ തേക്കുള്ള ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കണ്ണിയാൽ ഞങ്ങൾ ദുഃഖങ്ങളുമായി ഐക്യപ്പെടണമേ. നിന്റെ ദയവായി ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞ കവിയും ഞങ്ങളുടെ സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങൾ മണവാളും പോലും മണവാട്ടി ശ്രേഷ്ഠമായി തീരണമേ. നിന്റെ മാതിൽ നിന്ന് പ്രതിഫലരായ വിശുദ്ധനാണ് ഈ കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങളായിരിക്കുമാറാകണേ. പ്രതിവിശ്വാസമാവാം ദൈവമേ. വിശുദ്ധനാട് കൂട്ടത്തിലും ദിവസം മടങ്ങണത്തിന്റെ അന്നുണ്ടായ ഞങ്ങളുടെ നിനക്ക് ശ്രീസ്തോത്രം കയറ്റുമാറാകണമേ. പാപം ചെയ്തു വനത്തിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്നാൽ എന്നെ അനുഭവിച്ചു. പാപങ്ങളുടെ മാതാവ് എന്നെ ഗർഭധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും വൃത്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായിച്ചു കളയണമേ. നാലോ നിന്റെ രക്ഷയും ആനന്ദം എനിക്ക് തിരിച്ചറിയണമേ. തോന്നുന്നതിന്റെ റോഹാന്റെ താങ്ങുമാറാകണമേ. അപ്പോൾ അതിക്രമക്കാരെ ഞാൻ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. ദൈവത്തിന്റെ വിരൽ താഴ്മയുടെ ആത്മാവാകുന്നു. ദൈവം ഉറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല.
ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ച നിന്റെ സമാധാനം സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐകമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ഹോശ വബ്കുലസ് പാലിവൽമിൻ. സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനും സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലീഹന്മാരെയും സർവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിര വാഴ്വിന്റെ ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും നിങ്ങൾ ആയുസ്സോടെ കഴിയുന്ന നാളുകൾ മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങയ്ക്ക് യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്ന് ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകൾ സമർത്ഥനും തിന്മകളിൽ നിന്നോ വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവിടവുമായ ദൈവമേ, അവിടുന്ന് അനശ്വരമായി വെളിപ്പെടുന്ന മൂറാനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുവാൻ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ള അതിന്റെ വെള്ളം കൊണ്ടും ആത്മാവും കൊണ്ടും തിരുസഭയ്ക്ക് വാദനിശ്ചയം നടത്തി അതിനെ അങ്ങയ്ക്ക് വധുവാക്കി തീർക്കുകയും തിരുസഭയ്ക്ക് മോതിരമായിട്ട് വെടിപ്പോടെ നൽകി അതിനെ നാഥാ സന്തോഷിപ്പിച്ചതിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവനത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. വിശുദ്ധ സ്ത്രീയന്മാർ മൂലം ക്രമമായതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹനിശ്ചയം ചെയ്യപ്പെടുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടെ ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ അവിടുത്തെ ബലഹീന ദാസരാകുന്ന ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ തിരുസഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ അവിടുത്തെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ.
ദൈവം തമ്പുരാനെ ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടി ജ്ഞാനസമ്പൂർണ്ണരുമായി തീരുവാനിടയാക്കണമേ. ദാതാവിന്റെ വാസസ്ഥലം മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിപ്പാൻ കൃപയോടെ അങ്ങ് സംഗതിയാക്കണം. ഇറേമാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗ്ഗാവനയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. നാദാതിരുസന്നിധാനം സന്നിഹിതരായിരിക്കുന്ന ഈ ജനങ്ങളുടെ പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രമാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുസന്നിധാനത്തിന്റെ കൃത്യമില്ലാത്തവരോടാതെ തന്നെ പിതാവിന്റെയും പരിശുദ്ധ റൂഹായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിലുള്ള കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് പരിമോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. പരസ്പരം ചെയ്യപ്പെടുകയും തങ്ങൾ മണവാട്ടിൽ മധ്യസ്ഥനായിരിക്കുന്ന ഈ ദാസന്റെ സുഹൃത നാടുകളിലാകുന്ന മതിലുള്ള വേശ്വാൻ ഇവരെ ആഗ്രഹിക്കുന്നതായ മോചനങ്ങളോട് അവിടുത്തെ കൃപ അനുഗ്രഹത്തിന് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ.
നിന്നോടുണ്ടായിരുന്നെ അകത്തെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവേ, ശിഷ്യയുടെ അനുഗ്രഹമായ വലത്തെ തൃക്കരം അതിശയമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധീയന്മാർ പോലെ ആചാര്യന്മാരുടെ നിന്റെ മോചനം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മാശയങ്ങളെ സ്വസ്ഥയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ എല്ലാവരും പുത്തൻ വൈശുദ്ധരാಗಿ സ്തുതികരേറ്റ് ചെയ്യുമാറാകണമേ. The love of your church through Christ, in truth and justice, perfect these our children, who are now betrothed to each other. Through these rings which they have received, bestow upon them heavenly blessings, adorn them with chastity and make them noble with modesty. As you perfected the betrothal of Isaac and Rebekah with ornaments of God, perfect the betrothal of your servants with the rings of righteousness. Gladden this bridegroom by the great joy of your salvation. Adorn this bride with beautiful ornaments that neither perish nor become corrupt. Adorn them with the seal of purity rather than with ornaments of God. O God, grant them harmony and the desire to please you. May they grow mature in virtue. Remove from them all insincere love. Kindle their minds with the fire of your love, that they may love each other. Adorn them with imperishable beauty. Grant them strength to keep their conscience pure, which is more fragrant than sweet-smelling lilies. O God, save them from the hands of wicked and jealous men who hate humanity, and deliver them from evil spirits that corrupt the purity of matrimony. Grant them times of prosperity and years of blessings. Again, O Lord, hear the petitions of your weak and sinful servants who stand before your majesty. Grant this couple the blessing of children and times of joy. Multiply their blessings and good works. Strengthen them in the true faith. Grant, may your grace and blessings be upon those who are present for this wedding feast. By your victorious cross, protect this bridegroom and this bride, and shower your mercy upon all of us. O Father, Son and Holy Spirit, now and always, forever and ever. Hosho Vakul Espanol Min. Witnessed is blessed by God. May He reward you with all good things, and may the cross of our Lord be with you always, by night and by day, and guard you from the evil one, and His justice forever and ever. Amen. വിവാഹം
ഈ ദൈവാലയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. The sacrament of marriage has two parts. The first part is blessing of the crowns, that is just finished. And we are going to witness the second part, which is the blessing of the crowns, crowning you both as the head of the family. So it is your duty to carry on that mystery all through your life. It's your mission from now onwards. Now we all are here, but we can help you till today's dinner. Rest of the things in your hands. So to have a better life, I think the problem of the modern world is gore lakade, dil kale kale, that's the issue. So the ministry that we are doing here, or the sacrament, gives you a very sacred blessing like this. So it is not easy to associate with person for for a long time, but when you get the blessing, the grace, you can do it. But for doing that, sometimes some of us do a mistake that we will take some model. Some of the people take their parents as their model. I would say no, because you are not your parents. You are living in a very different scenario. You are living in a very different lifestyle. You are living in a very different. So I would like to say that you both are raw materials. You are a raw material, and you are good to you, and you are a raw material. So you have to make the way you want to be. From now onwards, that's your mission. It's a lifelong mission, because it's a mystery. Every time you can make yourself better. So, as St. Paul said, it's a mystery. So every day you need to make yourself, your bond more stronger by giving thanks to the Lord who binds you. That's the first thing. The language is not a matter. The time, the prayer time is not matter. But what matters is whether you connected with the Lord. That's very important. The second thing is you, of course, now onwards you are starting a new journey. And the third part is very important. Many of us, our priest always says that regarding the economy, you need to know what is your income and what your experience, because we want your life to be a very, very joyous life. And of course your connection with society. Along with everyone over here, I'm also blessing you. May God grant you children and all the blessing. And we are going to have the second part of this service, that is blessing of the crowns, which is a very important thing. I've seen some of you talking inside the church. I don't think it's fair, because we all are here to bless. Of course, this language may be foreign to some of you, so can you bear with us? We will have 45 minutes more this liturgy. So if anyone is tired, we have enough chairs outside. You can rest over there. So this is going to have the second part. And once again, wishing you all the best from Karayajan and John Scott Elijan and all here. And we have a very blessed prayer from Manu. So we are so happy. So the second part is thank you. ആ സ്വർഗീയത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോട് നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലെവിടെയും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് അതിൻ്റെ പിതാവിനെ വിശുദ്ധമാക്കിയിട്ടാണ് സ്നേഹപ്രകേറ്റുമാടാകണമേ. ഓശോ ലക്ഷ്മൺ ലാൽമേ Thank you.
ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വദുകുരസ്മാനിൽ ഉണ്ടായിരുന്നവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാരുടെ സിംഹാസനത്തിൽ ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധനയണിക്കുന്ന ആരാധ്യന്റെ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദൈവത്തോട് തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെയും സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താനെങ്കിലും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധറിയുവാനോ കഴിയില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധനമായിരിക്കുന്നവരും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുസ്സിന്റെ ദിവസങ്ങൾക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. മഹോന്നതന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയിൽ പരിഭ്രമിച്ച് ചിന്തയിലെപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അപര്യായ നിന്റെ കൃപാപ്രവാഹത്താൽ നിസ്സീമമായ നിന്റെ ദേവാലയം നിസ്സാരന്മാരായ ഞങ്ങളുടെ സൗഹൃദ നീ സന്തോഷിക്കുകയും എളിയവരും മൺമീരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുള്ളവൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും നിർക്ഷമയും കാണിക്കുന്നു. കർത്താവേ,
സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദയവിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തനങ്ങളും ഉത്തമനായിരിക്കാൻ തക്കവണ്ണം അവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചലിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴി കൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരുടെ താല്പര്യം ആത്മാശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങൾ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപ മരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥിരമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാനമാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. By your grace, receive this incense, which is now being offered to you. Bless your servants who have bowed their heads before your holy altar. Overshadow them with your right hand, which is full of mercy and compassion, and make them rejoice in your spiritual bridal chamber. Make us and them worthy of marriage feast, which you promised to your saints who loved and kept your covenants. Grant that your servants may stand at your right hand side and receive your compassion and offer praise and thanksgiving to you and your Father and your Holy Spirit, now and forever and ever. Amen. ശ്രീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവ്വത്തിനു വേണ്ടി സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം
ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിൽ കീഴ്പ്പെടണം. പുരുഷന്മാരെ മിശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. സഭയെ ജലത്താലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടുവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റു പലതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധയുമായ തേജസ്വിനിയായി സ്വീകരിക്കുവാനുമായിട്ട് സഭയ്ക്കായി മിശിഹാസോ പ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്നതുപോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദോഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസ സംബന്ധികളും അസ്ഥി സംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവർ ഇതൊരു മേഘ ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങളും ഓരോരുത്തരും തന്നെ എന്നതുപോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വന്തം ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെ ബഹുമാനിക്കുന്നു എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. അമിനാഹായി ബാറക്മോ. ഭയത്തോടും വണക്കത്തോടും ചെവികൊടുത്ത് നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. സുവിശേഷ ഭാഗം വായിക്കണം. ദൈവാലയത്തിലുള്ള എല്ലാ ആളുകളും എഴുന്നേറ്റിരിക്കും. It's a time of gospel reading. Everyone requested to stand. Gospel reading from St. Matthew 19:1-12. Shalom alaikum. Evangelion gadisut moranisum siho Korsos evangelisum men matais liho Magar solo makresai farko nilolmo Sabne hokil dam dabrano sed mor malohan for kudilane shumsiho Melsod naidalo dadbasa men sulto kadistamrium barak mor holende hokalwa ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിയയുടെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രേക്ഷകന്മാരെടുത്തിയെന്ന് ഏതോ ഒരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യം സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ബാരക് മോർ ഷൈനോ വശോ ഓ മലക്കുൽഖോ മബർഖോനെ
ശത്രുവിന്റെ ശക്തിക്കെതിരായി അജയമായ ആയുധം ധരിക്കുകയും ചെയ്യുമാറാകട്ടെ. Maguda
ദൈവമായ കർത്താവ് നിന്നെ നീതിയും കേടും നിലപ്പിക്കട്ടെ. അക്ഷയപാണങ്ങളെ അലങ്കാരങ്ങളും ദൈവമായ കർത്താവ് നിലനിൽക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധനുമായ ക്രിസ്തുവിനെ ആയുഷ്കാലങ്ങൾ സന്ദർശിക്കുന്നതിനെക്കടിയായിട്ട് വശോ ബഹുലസ്മാൻലാൽമേ. Confirm your marriage in true matrimony. As Christ rejoices in his holy church, may you rejoice in each other. May his right hand of mercy rest upon you, overshadow you and protect you from all harm. May the angel of peace dwell with you and protect you from the deceit of the enemy. May God deliver you from envy which leads to death, and may he keep away all sorrow that you may rejoice together. May the Lord God grant you righteous children that you may rejoice in them as Abraham rejoiced. May the blessing that God gave to Abraham, Isaac and Jacob be upon you. May God bless you with the dew from heaven and with every good thing that the earth produces. May the blessing which Jacob gave to his son Joseph, saying, may the God of our father help you, be upon you. May the blessing of those who love God and please him be upon you, as well as upon the crowns which have been placed on your heads today by the hands of the priest. May all the people rejoice and give glory, for the name of the Lord has been invoked upon you. May God make you abound in prosperity, possessions and blessings. May God absolve your debts and sins as he absolved the sinful woman. May you become heirs of the heavenly kingdom like the thief on the right hand side of our Lord. May all of our faithful departed be forgiven. May the exalted one who descended to Mount Sinai and made the covenant with the people, his bride, whom he rescued out of Egypt, bless you and this congregation. Let us offer up glory to the Father, Son and Holy Spirit, now and forever and ever. Osha Vakulas Pan Lul Min. Ooh.
And venerable ancestors, to acknowledge the faithful when we are gathered together in the house of God, and to confirm and command you to stand before us to be attentive to virtuous deeds and to be diligent in truth, righteousness and good works. Dear children, pay attention and know that you are standing before God, before the table of life and the throne of our Lord Jesus Christ, before the Holy Cross and the Holy Gospel, and before this entire congregation. Realize that you do not stand before one who is ignorant, but before the one who knows your hearts. Behold, I now entrust you to one another. May the God be the witness between you and me that I will not be responsible for anything you may do against His love. May the abundant grace and mercy of the Lord dwell within you and overshadow the bridegroom. And remember that she has left her people and is now united to you. Therefore, you must please her and be compassionate towards her. Even if you are naked, you must clothe her. Even if you are hungry, you must feed her. Even if you are thirsty, you must provide her drink. Likewise, wives, you must act towards your husband as though he were your own son. Have the mind to serve him as is fitting. In everything, behind the Lord Jesus Christ dwell upon you, and may His grace be with us and with you always, forever and ever. Hosanna, ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നന്ദി ആചാര്യന്റെ പ്രാർത്ഥനയെ ചൊല്ലണം. പ്രകാശം സത്യദീപത്തിനുള്ള സത്യദീപം ജനിച്ചതും സൃഷ്ടിയില്ലാത്തവരും സാരാംശത്തോടുമായിരിക്കുന്നവരും തന്നാശ്രമപ്പെട്ടവരും മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം പരിശുദ്ധവും ദൈവമാതാവായ വിശുദ്ധകന്യമറിയാമെന്നും ശരീരം മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു, രക്ഷനുഭവിച്ചു, മരിച്ചോടിക്കപ്പെട്ടു, മൂന്നാം ദിവസത്തെ സ്രോതത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വരുമാനത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും ദിവ്യന്മാരും ശ്രീമാരും മോദരം സംസാരിച്ചവരുമായ ജീവനുഷ്ഠികളുടെ റൂഹായും കാതോലികവും ലൈംഗികവുമായ ഏകസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകും നിങ്ങളെന്ന് പറഞ്ഞു മരിച്ചുപോയവർക്കും ഒരുപാട് പുതിയ ജീവനുമായി നിങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ പാർക്കുന്നു. സൗമൻകാല സ്ത്രീകളായിസോ 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 ആത്മീയമായി വിഭാഗമോദാശി സംബന്ധിച്ച് പ്രാർത്ഥിച്ച നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവനാമത്തിൽ ഒന്നായ മക്കൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. നമ്മുടെ വാങ്ങിപ്പോയവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ, ഏറ്റവും കുറവുള്ള പ്രാർത്ഥനകൾ സ്വർഗീയ സിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ട അംഗീകരിക്കൽ കാത്തു നിൽക്കണേ. ആപോ പ്രഭാഗീശ്വർ ഏതൻ തോട്ടം നട്ടോനേ, നീയാണിൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമണാളാ നീതി ഞാൻ നാഥ, ഞാൻ നിൻ മണവാട്ടി. നീയാണിൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം.
കൈയടിയോടെ ഈ ഒരു ഇവന്റിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട ജോയലിനും സോണിക്കും വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ആൻഡ് ദേ വിൽ ബി ജോയിനിങ് us വെരി സൂൺ. അവരുടൻ തന്നെ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്യുന്ന ഞാനാണ് കേട്ടോ. മൈസെൽഫ് ഗീതു റെജി ജേക്കബ്, MC for today. So once again, thanking everyone for being here and a very, very hearty welcome. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സ്പെഷ്യൽ ഡേയ്സ് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും മറക്കാൻ പറ്റത്തില്ല അല്ലേ? ഇന്നത്തെ ഈ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ദമ്പതികൾക്ക് എന്തുമാത്രം സ്പെഷ്യൽ ആണെന്ന് ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. So our dearest Joel and Sonia, they took a very big decision in their life along with their family members. And അവരുടെ ആ ഒരു സന്തോഷം നമ്മളെല്ലാവരുമായിട്ടും പങ്കിടാൻ നമ്മളെല്ലാം ഇൻവൈറ്റ് ചെയ്തേക്കുവാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അത് കുറച്ച് സ്പെഷ്യൽ ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. And they are getting ready for their grand entry. അവരവിടെ അവരുടെ ആ ഒരു ഗ്രാൻഡ് എൻട്രിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് ആയിട്ട് അല്ലെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് ചെറിയ ചെറിയ വാക്കുകളൊന്നുമല്ല, വലിയ വലിയ വാക്കുകളാണ്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കൈപിടിച്ച് വളരെ രസമായിട്ട് നമുക്ക് മുന്നിലൂടെ അല്പസമയത്തിനുള്ളിൽ അവർ കടന്നു വരാൻ പോവുകയാണ്. പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും നിരത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും നിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി വരുത്തി So here comes the newly wedded couple in town. Come on, നല്ലൊരു ഉഷാറുള്ള കയ്യടി പോരട്ടെ. ജോയൽ, സോണിയ, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം കേട്ടോ. പൊട്ടിപ്പാറണ തേരാണേ ആഘോഷത്തേരാണേ ആരാടണ ധാരാണേ ആകാശ കൂടാണേ ഇതിലേ വരു നീ മധുചന്ദ്രികയേ ഇവരിൽ ഇനി മധുരം മതിയേ കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനെ ചെല്ലാതടി തമ്പ്രാന്റെ കൈയിൽ എന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി പൊട്ടിപ്പാറണ തേരാണേ ആഘോഷത്തേരാണേ ആറാടണ ധാരാണേ
So here comes the newly wedded couple in town. Come on, a huge round of applause for them. Congratulations guys on your new journey. പുതിയൊരു ഡിസിഷൻ ആണ് അല്ലെ, പുതിയ കമ്മിറ്റ്മെന്റ് ആണ്. രണ്ടുപേരും കാണാൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. യെസ്, മേഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇറ്റ് ഫീൽസ് ലൈക്ക് എ മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ. ആണോ? ഞാൻ എന്റെ കൺഗ്രാറ്റുലേഷൻസും കോംപ്ലിമെന്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് മേഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് come on, പോരട്ടെ, ഒരു ഉഷാറുള്ള കൈയ്യടി for this brand new couple in town. Thank you so much. So as the couple is starting their new journey, let's kickstart this function with Lord's blessings. അപ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ അച്ഛന് അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ദൈവമേയും മക്കളുടെ ജീവിതം എല്ലാ നിലയിലും അനുഗ്രഹമാകണേ. ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നവർക്ക് എല്ലാ നിലയിലും ഏറ്റവും നിറമുള്ള ജീവിതമാകണേ. ഭക്ഷണത്തിനുമുള്ള പ്രാർത്ഥന. കർത്താവെ, നിന്റെ തുകയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ ഞങ്ങളുടെ ആഹാരത്തെ മനോഹരത്തെ ഓർത്ത് സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യണമേ. ആമീൻ. ആദ്യമേ തന്നെ ഹാർട്ടി കൺഗ്രാജുലേഷൻ ടു ജോയൽ ആൻഡ് സോണിയ. വിവാഹം എന്നത് ആദാമിനെ ഹവ്വയെ നമ്മൾ ഓർക്കുന്ന ഒരു അവസരം കൂടിയാണ്. ആദാം ഹവ്വയെ തിരഞ്ഞെടുത്തതിന് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. എന്തുകൊണ്ടാണ് ഹൃദയത്തിനോട് ചേർന്ന് നിന്ന വാരിയൽ നിന്നാണ് ഹവ്വയെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വില്യം ബാർക്ലേ പറയുന്നത് ആ ഹൃദയത്തോട് ചേർന്ന് എപ്പോഴും സ്ത്രീ ആയിരിക്കുവാനാണ്. തീർച്ചയായിട്ടും അപ്രകാരം സോണിയയും യോയലും ആയിരിക്കട്ടെ. എല്ലാവിധമായ ഐശ്വര്യങ്ങളും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. വിശേഷാൽ എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ മകനായതുകൊണ്ട് ആ വലിയൊരു ബന്ധത്തിൽ തന്നെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ദൈവം ജോയലിനെ സോണിയെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. സെലിബ്രേഷൻ നമുക്ക് ഇവർക്കൊരു മാസ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളുടെ സൂപ്പർ സ്റ്റാർസ് ആണ്. ഇന്നത്തെ ഹീറോയിനും ആണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ. ശരി, അപ്പോൾ സൂപ്പർ സ്റ്റാർസ് ഡിസേർവ് എ മാസ് ഇൻട്രൊഡക്ഷൻ, റൈറ്റ്? സോ എവരിബഡി ഫ്രം ജോയൽ സൈഡ്, ആർ യു റെഡി ടു വെൽക്കം ദ ന്യൂവസ്റ്റ് ഫാമിലി മെമ്പർ? റെഡിയാണോ? യെസ്. അപ്പോൾ ഞാൻ ആളുടെ പേര് പറയാം. പേര് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഒരു അടിപൊളി സ്ട്രോങ് കൈയ്യടി കൊടുക്കാം ആസ് എ വെൽക്കം. ഓക്കെ? So yeah, നമ്മളെല്ലാവരും റെഡിയല്ലേ? Here comes our most beautiful and prettiest bride ever, Mrs. Sonia Givargis. Thank you so much. അത് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു വെൽക്കം ആയിരുന്നു. ഇന്ന് ആരായിട്ട് പരിചയപ്പെടുത്തണം? ഉറപ്പായിട്ടും അല്ലേ, അങ്ങനെ വേണ്ട ഇന്ന് പരിചയപ്പെടുത്താൻ. So wife of Joel Raju, she hails from the esteemed Chakalayan family, proud daughter of Mr. Givargis CK. Here comes our most handsome and charming groom ever, Mr. Joel Raju. Of Sonia Givargis, he hails from the prestigious Kalathur family, Kottayam, beloved son of Mr. KP Raju and Mrs. Omana Raju. He is a loving brother to Janice Raju. He is a caring brother-in-law to Shama Janice. Joel successfully completed his MBA in Marketing and Finance and is currently working as a media professional in an MNC, Mumbai. ആള് മുംബൈയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇനി എന്നാ വേണം? ഇവരോട് എന്നെ ഇതൊന്നും പെട്ടെന്ന് ചോദിക്കാതെ, കാരണം ഇന്നില്ലെങ്കിൽ നമുക്ക് അവരെ കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ ജോയലിനെ ടെൻഷനൊന്നും ഇല്ല. ഓക്കെ, ജോയൽ ഞാൻ ചോദിക്കുകയാണ്, പാർട്ട്ണറിനെ പറ്റി രണ്ട് വാക്ക് പറയാൻ പറഞ്ഞാൽ ജോയൽ എന്നാ പറയും? സോണിയയുടെ എന്താ പറയാ, സോണിയയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുമല്ലോ. ഷീസ് മൈ ഗേൾ, ഷീസ് മൈ സോൾമേറ്റ് എന്നൊക്കെ ജോയലിന് തോന്നിയ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതെന്തുവാന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാമോ? നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം കേട്ടോ. ആൻസർ ഭയങ്കര ഹംബിൾ ആയിട്ടുള്ള, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളാണ് സോണിയ എന്നാണ് പറയുന്നത്. സോണിയ ഇതൊക്കെ സത്യമാണോ? വെരി ട്രൂ, ഭയങ്കര സത്യമാണ്. അങ്ങനെ പൊക്കി പറഞ്ഞില്ലെന്ന് ഒരു തെറ്റില്ലെന്നാണ് സോണിയ പറയുന്നത്. ശരി, അപ്പൊ സോണിയോട് നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ്, വൈ ജോയൽ? ഔട്ട് ഓഫ് ഓൾ ദ ബോയ്സ് ഇൻ ദ വേൾഡ്, വൈ ജോയൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സോണിയക്ക് പറയാനുള്ളത്? He's very
very passionate, very outgoing, but still very humble. എനിക്ക് വയ്യ, അടിപൊളിയായിട്ടുണ്ടല്ലോ. രണ്ടുപേരെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തും കെയർ ചെയ്തും അപ്രീഷിയേറ്റ് ചെയ്തും ഒക്കെ അടിപൊളിയായിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോട്ടെ. വിഷിംഗ് യു വെരി ഹാപ്പി ആൻഡ് ഫാബുലസ് ഫ്യൂച്ചർ ടുഗദർ. ഓക്കെ, ജോലിയുടെ സൈഡിൽ നിന്നോ എനിക്ക് amazing parents of Sonia, Mr. Givargis CK and Mrs. Macy Givargis on the stage. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. Come on. ബാക്ക്ബോൺ ഓഫ് ദിസ് യൂണിയൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെ ആക്ച്വലി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അഭിമാനം, സന്തോഷം, കുറച്ച് സങ്കടം, അല്ലെ? ചെറിയ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ചെറിയ പയ്യൻ വളർന്ന് വലുതായി കല്യാണമായി. ഇതൊക്കെ ഇത്ര പെട്ടെന്ന് നടന്നോ അല്ലേ ആന്റി? ചെറിയ പെണ്ണത്തെ വളർന്ന് പാർട്ണറായി. എനിവേസ് ദ ഫാമിലി ഈസ് ഗെറ്റിംഗ് ബിഗർ അല്ലേ? ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഈ ബ്യൂട്ടിഫുൾ മൊമെന്റ്സിന് ഞങ്ങളെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തതിൽ കേട്ടോ. താങ്ക് യു. ഓക്കെ, എൽഡർ ബ്രദർ ഉണ്ട് ജോയലിന്, ജെനിസ് രാജു, ആൻഡ് ഹി ഈസ് മാരീഡ് ടു ഷാന ജെനിസ്. അവർക്ക് 2 കുട്ടികളാണുള്ളത്, ജെന്ന ജെനിസ് ആൻഡ് ജെയ്സൺ ജെനിസ്. അപ്പൊ അവര് ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അവർ ചിക്കാഗോയിൽ സെറ്റിൽഡ് ആണ് അല്ലെ? അപ്പൊ ജെനിസ് MBA ഇൻ ബാച്ചുലർ ഓഫ് സയൻസ് മാനേജ്മെന്റ് കഴിഞ്ഞ് സീനിയർ ക്വാളിറ്റി എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ് ഇൻ ചിക്കാഗോ. ആൻഡ് ഹിസ് വൈഫ് ഷീ ഹോൾഡ്സ് ആൻ MBA ആൻഡ് ഇസ് സെറ്റിൽഡ് ഇൻ ചിക്കാഗോ. അപ്പൊ ബ്രദറിനെയും ഫാമിലിനെയും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദ ഹോൾ ഫാമിലി റിയലി മിസ് യു വെരി മച്ച്. വീഡിയോയിലൂടെ ഈ മൊമെന്റ്സ് ഒക്കെ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. മിസ് യു എന്ന് ഞാൻ ഇവരുടെ ഭാഗത്തു നിന്ന് അറിയിക്കാം കേട്ടോ. ഇനി നമ്മൾ വെൽക്കം ചെയ്യാൻ പോകുന്നത് ട്വിൻ സിസ്റ്റർ ഓഫ് സോണിയ, സോഫിയ വിവിൻ with her better half Vivian Matthew onto the stage. Nalladu clap for this love birds. So here comes an amazing couple. From the moment we first met, there was something different about you. I couldn't see myself without you. Now I know what it is that makes me love you like I do. It's all that I've been longing for. I don't have to look for it anymore. You give me something to believe in, a hope that I can build on, a trust and a devotion. I'm caught up in emotion. Will I walk beside you? Will I give my heart away? Will I hold you in my arms at night? Will I bow my head and pray? Will I promise to be faithful? Will I do this every single day? Will I be there to protect you
Will I keep the vow I made? Will I give you all of my love? I say yes to all of the above. നീ
തൂത്തുപോയ ഹംസമായി മഞ്ഞൊഴുകിയ മഞ്ചിയുടെ ദാസദീപ്തിയോടെ നീ എനിക്ക് തുമ്പയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമര പൊടിതിരയ്ക്കയാണ് മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമര പൊടിതിരയ്ക്കയാണ് ഇരുനികളിലെ ജലജലകളിൽ ഉണരുമറിയ പ്രണയകലിക തിരമുറയിലും ഒരു കടലിലെ ഗസലിലരിയും മനസമ ഇരുനികളിലെ ജലജലകളിൽ ഉണരുമറിയ പ്രണയകലിക തിരമുറയിലും ഒരു കടലിലെ ഗസലിലരിയും മനസമ I will be yours, and you'll be mine forever, not holding back, our hearts entwined together, 'cause you are the song of love, the song we'll learn to sing through mountains and valleys low. A greater love we'll know. This sacrament of love, so human, become for us a sign of love divine. It's not by might or power, but by your Spirit. And this is our song of love, the song we'll learn to sing through mountains and valleys low. No greater love we'll know than to lay down our life and to hold on. Whoa, God, till
till death do us part. This is our song of love, the song we'll learn to sing. I love you, I will love you. I love you. As we gather in this place today, Holy Spirit, come and have your way. Have your way. As we lay aside our own desires, sweep across our hearts with holy fire. Oh, have your way. This is your house, your home. We welcome you, Lord, we welcome you. This is your house, your home. We welcome you today. As we offer up our hearts and lives, let them be a living sacrifice. Oh, have your way. Be glorified in everything we do. Be glorified in everything we say. Oh, have your way. This is your house, your home. We welcome you, Lord, we welcome you. This is your house, your home. We welcome you today. As we pray, oh Lord, draw near. It's your voice, we long to hear. Oh, we long to hear from you, 'cause this is your house, your home. We welcome you, Lord, we welcome you. This is your house, your home. We welcome you today. This is your house.